അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം പലതരത്തിലും നല്ലതും പറഞ്ഞിട്ടുണ്ട്, മോശം പറഞ്ഞില്ല. അത് പറഞ്ഞ കാര്യങ്ങൾ ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ അല്ലല്ലോ, ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായി നേരത്തെ അടുപ്പമാണ്, ഇപ്പോഴും അടുപ്പമാണ്. കുഴപ്പമില്ല. അദ്ദേഹം അങ്ങനെ SNDP യോഗം, ഞാൻ പറഞ്ഞല്ലോ, SNDP യോഗത്തിൻ്റെ ഇപ്പോൾ കൗൺസിലോ അതല്ലെങ്കിൽ SNDP യോഗത്തിൻ്റെ ബോർഡോ ഒന്നും ഇതുവരെ ഇപ്പോൾ കോൺഗ്രസിനെതിരെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയോ BJPക്കെതിരെയോ സഹായിക്കാനോ ഉപദ്രവിക്കാനോ ഉള്ള യാതൊരു തീരുമാനങ്ങൾ എടുക്കുകയോ നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല. അത് മാധ്യമങ്ങൾ പല സമയത്ത് വന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായി മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് സംഘടനാപരമായി ഒരിക്കലും ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാൾക്കെതിരെ പറഞ്ഞാൽ അതിന് മത്സരിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ കാൻഡിഡേറ്റ് നിർത്താനോ അതല്ലെങ്കിൽ അതിനെതിരെ SNDP യോഗത്തിൻ്റെ സിസ്റ്റങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് ശാഖായോഗങ്ങളിൽ പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരെ നിൽക്കാനോ ഒന്നും ഇതൊരു കാര്യം ചെയ്തിട്ടില്ല. അദ്ദേഹം വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. ഇല്ല, ഇന്നിപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ വ്യക്തിപരമായ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതെന്നുള്ള സൗഹൃദ സംഭാഷണങ്ങളല്ലാതെ വേറെ സംസാരിച്ചിട്ടില്ല. ഉണ്ടാവുമല്ലോ. കാര്യം എന്നും SNDP യോഗം ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ചോളം കേരള സംസ്ഥാനത്തിൽ ആര് ഭരിക്കാൻ വേണ്ടി വരുന്നു അവരുമായി സൗഹൃദവും സ്നേഹവും അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായും അവർ തമ്മിൽ കാണുമല്ലോ. അദ്ദേഹം ഇപ്പോൾ ചാർജ് എടുത്തിട്ട് 2 ദിവസം ഒരാഴ്ചയിലേ ആവുന്നുള്ളൂ. നേരെ നിൽക്കട്ടെ, എന്നിട്ട് അദ്ദേഹം ചെയ്തിട്ട് അതിൻ്റെ മുമ്പേ കയറി നമ്മൾ വിശകലനം ചെയ്ത് അത് കുഴപ്പിക്കാതെ എല്ലാവരുമായി കാണുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അദ്ദേഹത്തോട് ചോദിക്കുക, അദ്ദേഹം തീരുമാനം എടുക്കും. അല്ല, ഇത് ഞാൻ ചോദിക്കട്ടെ, രാജീവേട്ടൻ തന്നെ ഇവിടെ സത്യപ്രതിജ്ഞ വന്നിരുന്നല്ലോ. അപ്പം അങ്ങനെ ഇതിനെക്കുറിച്ച് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഒന്നുമില്ല. എന്താ ആവശ്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ സഹോദര സംഭാഷണങ്ങൾ മാത്രം, വേറെ ഒന്നുമില്ല. അത് ഡേറ്റ് അല്ലേ, പ്രധാന ദിവസമല്ല. ഏതായാലും കാഷ്വലായിട്ടാണ് അത് പറയുന്നത്. അദ്ദേഹത്തിന് പിറന്നാളാണെങ്കിലും അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിലും കാഷ്വലായിട്ടാണ് ഞങ്ങൾ ഡേറ്റ് ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ച് പെട്ടെന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ കാര്യം വന്ന ശേഷം ഞാനൊരു 3-4 ദിവസമല്ലേ വന്നിട്ട് ഇന്ത്യക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ആദ്യത്തെ വിളിച്ച സമയത്ത് തന്നെ ഫോണിലും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെ, അല്ല, SNDP യോഗത്തിൻ്റെ ഭാരവാഹികളാണ് എല്ലാവരും. അതിന് കരിങ്കല്ലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. മഞ്ഞൂരുകാരായിട്ട്. ശരി. എന്നാ ആലുവയിലെ ദേശത്തെ വീട്ടിൽ മുഖ്യമന്ത്രി VD സതീശനെ സന്ദർശന ശേഷം തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. SNDP യോഗം വൈസ് ചെയർമാനാണ് തുഷാർ വെള്ളാപ്പള്ളി. NDAയുടെ കേരളത്തിലെ ചെയർമാനുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.